മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരുന്നേ. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്ന് പുതുഞായറാണ്, ദൈവകരുണയുടെ തിരുനാളാണ്. അപ്പം പുതുഞായറിൻ്റെയും ദൈവകരുണയുടെ തിരുനാളിൻ്റെയും മംഗളങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നിവിടെ വരുവാനും ഈ നല്ലൊരു ദിവസം ഇവിടെ വരുവാനും നിങ്ങളോട് കൂടെ ആയിരിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ നല്ല ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. നമ്മൾ ആദ്യം ജപമാല പ്രാർത്ഥിക്കുകയായിരുന്നു. ജപമാലയിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമാണ്. അതുകൂടാതെ നമ്മൾ ഗാനം ആലപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ എന്താണ് പുതുഞായറിൽ നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്? തോമസ് ലീഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തോമസ് ലീഹയുടെ വിശ്വാസം പ്രഖ്യാപിച്ച ദിവസം. ഈ ദിവസം നമ്മളും നമ്മുടെ കർത്താവിനെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നമ്മളെങ്ങനെയാണ് വിളിക്കുന്നത്? നമ്മൾ ആ കർത്താവിനെ വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ വിശ്വാസത്തോടെയാണോ നമ്മൾ വിളിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കും പല വിഷമസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് കഴിയുമ്പോൾ അത് സംഭവം നടന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കും, നമ്മൾ വിളിച്ചിട്ട് തമ്പുരാൻ കേട്ടില്ലേ? ഇതുപോലെ തോമസ് ലീഹ യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലീഹ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ, അടുത്ത കൂട്ടുകാർ പറഞ്ഞു, നീ ഇവിടെ ഇല്ലായിരുന്നപ്പോൾ ഈശോ ഇവിടെ വന്നു, ഞങ്ങൾ ഈശോയെ കണ്ടു. നീ ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾ അവൻ്റെ മുറിവുകൾ കണ്ടു, അവൻ്റെ പാർശ്വത്തിലെ മുറിവുകളൊക്കെ കണ്ടു, കയ്യിലെയും കാലിലെയൊക്കെ മുറിവുകൾ കണ്ടു. ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചു. ഈശോ എല്ലാവർക്കും സമാധാനം ആശംസിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക്. എന്നാൽ തോമസ് ലീഹ അവിടെ ഒരു സ്നേഹശാഠ്യം പിടിക്കുകയായിരുന്നു, സ്നേഹത്തോടെയുള്ള ശാഠ്യം. അതുപോലെ നമുക്കറിയാം, ബൈബിളിൽ 3 സ്ഥലത്ത് തോമസ് ലീഹയെ പറ്റി പറയുന്നുണ്ട്, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ശിഷ്യന്മാരുടെ പേരല്ലാതെ 3 സ്ഥലത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലാസറിൻ്റെ മരണത്തെ പറ്റിയാണ്. ലാസറിൻ്റെ മരണത്തിൽ ഈശോ ലാസർ രോഗബാധിതനായപ്പോൾ തന്നെ ഈശോ അറിഞ്ഞു, ഈശോയോട് പറഞ്ഞു, ലാസർ രോഗബാധിതനായിരിക്കുന്നു. എന്നാൽ ഈശോ അവിടെ നിന്നിടത്ത് തന്നെ നിന്നു, ഓടിപ്പോയി കണ്ടില്ല. വലിയ സ്നേഹിതനാണ്, എങ്കിലും കാണാൻ പോയില്ല. ഈശോ 2 ദിവസം കൂടി കഴിഞ്ഞാണ് ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്കങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ലാസറിൻ്റെ അടുത്തേക്ക് പോകണം, അവൻ ഉറങ്ങുകയാണ് എന്നാണ് ഈശോ പറയുന്നത്. അവൻ ഉറങ്ങുകയാണ്, നമുക്ക് ഉണർത്താൻ പോകാമെന്ന്. ശിഷ്യന്മാർ പറഞ്ഞു, ഉറങ്ങുകയാണെങ്കിൽ അവൻ തന്നെ ഉണർന്നോളുമല്ലോ, പിന്നെ ഇതിനെ ഉണർത്തുന്നത് അല്ലേ, തന്നെ ഉണർന്നോളൂല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ഉറങ്ങുകയല്ല, അവൻ മരിച്ചു. അവൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണം. എന്നാൽ അവിടെ ഈശോയെ പിടിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകണോ എന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ. എന്നാലും അപ്പോൾ തോമസ് ലീഹ പറയുന്നത്, നമുക്കും അവനോട് കൂടി പോയി മരിക്കാം. അവിടെ പോയാൽ എന്താണേലും പിടിക്കപ്പെടുമെന്നും അവിടെ ഈശോ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് ആണ് ധൈര്യത്തോടെ തോമസ് ലീഹ പറയുന്നത്, നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന്.
ധൈര്യം കാണിച്ച തോമാസ് ശ്ലീഹ ഈശോയോട് കൂടെ മരിക്കാനാണെങ്കിൽ പോലും ധൈര്യത്തോടെ നമ്മളോട് തോമാസ് ശ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ധൈര്യമുണ്ടോ? വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഞാനും എൻ്റെ ഈശോയുടെ കൂടെ എന്ന് പറയുവാൻ, ഞാൻ എൻ്റെ ഈശോയ്ക്ക് സാക്ഷ്യം പറയും എന്ന് പറയുവാൻ, ഈശോയെപ്പറ്റി ഞാൻ പ്രഘോഷിക്കുമെന്ന് പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഈ ധൈര്യമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, തോമാസ് ശ്ലീഹയെ പോലെയുള്ള ധൈര്യം. അതുപോലെ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് ഈശോ പറയുന്നുണ്ട്. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അന്നേരം തോമസ് പറയാണ്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ശരിയാണ്, ഈശോ അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്ന്. നമ്മുടെ സ്നേഹിതന് നമ്മളോട് കോട്ടയത്ത് പോവുകയാണെങ്കിൽ കോട്ടയത്ത് പോവുകയാണ് എന്ന് പറഞ്ഞില്ല, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി അറിയാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമോ? കൂട്ടുകാരൻ ചങ്ങനാശ്ശേരിക്കാണോ കോട്ടയത്താണോ തിരുവനന്തപുരത്താണോ പോയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, നീ പോകുന്ന വഴി, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നീ പറഞ്ഞില്ല, പിന്നെ എങ്ങനെയാണ് വഴി ഞങ്ങൾ അറിയുന്നത്? തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പോവുകയാണ് എന്ന് പറഞ്ഞാലേ ഞങ്ങൾ ആ വഴി തേടി വരത്തുള്ളൂ. അങ്ങനെ അവിടെ നിഷ്കളങ്കമായ ഒരു എളിമയുടെ ചോദ്യമാണ് എനിക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എളിമയോടെയാണ് ഈ തോമസ് ശ്ലീഹ അവിടെ ചോദിക്കുന്നത്, എങ്ങനെയാണ് വഴി അറിയുന്നത് എന്ന് എനിക്കറിയില്ല, നീ പറയാതെ എങ്ങനെയാണ്, നീ എവിടേക്ക് പോകുന്നു എന്ന് പറയാതെ എങ്ങനെയാണ് വഴി അറിയുന്നത് എന്ന്. അതുപോലെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതാണ്. അതുപോലെ അവിടെ നമ്മൾ കാണുന്നത് എളിമ എന്ന മനോഭാവം. തോമസ് ശ്ലീഹയുടെ ധൈര്യവും തോമസ് ശ്ലീഹയുടെ എളിമയും നമുക്ക് ആർജിച്ചെടുക്കേണ്ട പുണ്യമാണ്. ഇന്ന് ഈ പുതുഞായറിൽ നമ്മൾ ആ എളിമയും ധൈര്യത്തോടെ യേശുവിനെ പ്രഘോഷിക്കുവാനും എളിമ നിറഞ്ഞ ജീവിതം നയിക്കുവാനും നമ്മൾ പ്രാപ്തരാകണം. അതുപോലെ മൂന്നാമതായി ഞാൻ പറഞ്ഞത് തോമസ് ശ്ലീഹയുടെ സ്നേഹശാഠ്യമാണ്. ഇതാണ് എന്നെ കൂടുതലും ചിന്തിപ്പിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതാണ് തോമസ് ശ്ലീഹയുടെ സംശയം. 8 ദിവസങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു, 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈശോ രണ്ടാമത് തോമസിനെ കാണാൻ തന്നെയാണ് അവിടെ വന്നത്. ഈശോ അവിടെ വന്നിട്ട് തോമസിനെയാണ് വിളിക്കുന്നത്. തോമസേ, നോക്ക്, എൻ്റെ കൈ കാണ്, മുറിവ് കാണ്, എൻ്റെ പാർശ്വത്തിൽ നിൻ്റെ കൈ വെക്ക്. തോമസിനെ മാത്രമേ വിളിച്ചുള്ളൂ. തോമസ് ഇതുപോലെ അവർ ഈശോയെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴേ ഈ 8 ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയോടൊരു സ്നേഹശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും നിന്നെ സ്നേഹിക്കുന്നല്ലോ, ഞാനും നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു ഈശോയെ, എനിക്കും നിന്നെ കാണണം. അവർക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കില്ല? നീ എനിക്കെന്തേ നിൻ്റെ മുഖദർശനം തന്നില്ല? ഈശോ ചോദിക്കുന്നു. ഈശോയോട് തോമസ് ശ്ലീഹ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ സ്നേഹശാഠ്യം പിടിക്കാം. നമ്മളും കേൾക്കുന്നുണ്ട്, ഈശോയെ കാണുന്നു, ഈശോയെ കേൾക്കുന്നു, ഈശോയെ മനസ്സിലാക്കുന്നു. നമ്മളും ഇതെല്ലാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനും ഒരു അത്ഭുതമാണ്. തളർന്നു പോയ ഞാനാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ ഈ തോമസ് ശ്ലീഹയുടെ സ്നേഹശാഠ്യത്തെക്കുറിച്ച് പറയണമെന്ന് തീരുമാനിച്ചപ്പോൾ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും. ഞാൻ 30 വർഷം മുമ്പാണ്
ഡിവൈനിൽ ഒരു ധ്യാനത്തിന് പോയി 30 വർഷം മുമ്പ് 1994. ഇപ്പം ബാംഗ്ലൂരേക്ക് ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് പോയതാണ്. ബാംഗ്ലൂരൊക്കെ പോവല്ലേ, അപ്പം ഈശോയോട് ഇച്ചിരി കൂട്ടുപിടിച്ചിട്ടൊക്കെ പോകാം എന്ന് കരുതി പോയതാണ്. അപ്പം നമുക്കറിയാം ധ്യാനമൊക്കെ തുടങ്ങിയ സമയം. അപ്പോൾ ഞാനും കേട്ടു, ഈശോയെ കാണാൻ പറ്റും, ഈശോയുടെ സ്പർശനം അനുഭവിച്ചവർ, അതുപോലെ രോഗസൗഖ്യങ്ങൾ ഒക്കെ ഡിവൈനിൽ ചെല്ലുന്നവർക്ക് കിട്ടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ മുതൽ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഈശോയെ കാണാൻ പറ്റുമെങ്കിൽ എനിക്കും കാണണം, ഈശോ സ്പർശിക്കുമെങ്കിൽ എന്നെയും സ്പർശിക്കണം. തോമസ് സ്ലീഹ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, എനിക്ക് അന്ന് അറിയില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കും കാണണം, എന്നെയും തൊടണം. എന്നാൽ ഞാൻ ബസ്സിൽ നിന്ന് അവിടം വരെ ചെല്ലുന്നത് വരെയും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് ഞായറാഴ്ച വൈകുന്നേരം പ്രാർത്ഥന തുടങ്ങി. അന്ന് നായ്ക്കുംപറമ്പിലച്ഛൻ വിളിച്ചു പറയുകയാണ്, ടെസ്സിയെ ഈശോ സ്പർശിക്കുന്നു. എൻ്റെ പേര് ടെസ്സി എന്നാണ് കേട്ടോ, അറിയാൻ മേലാത്ത കുറേ പേരുണ്ട്. ടെസ്സിയെ ഈശോ സ്പർശിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ ഇത്രയും ചെറിയ ഒരു കൂട്ടായ്മയാണെങ്കിലും ഇവിടെ നിന്ന് ഒരാൾ നിങ്ങളുടെ പേര് വിളിച്ചാൽ ഉടനെ നിങ്ങൾക്കൊരു ഷോക്കുണ്ടാകും. എൻ്റെ പേര് വിളിച്ചു എന്നാൽ. ഇത് 10,000 പേര് കൊള്ളുന്ന ഒരു ധ്യാനത്തിൽ ടെസ്സിയെ ഈശോ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിയതാണോ ഒരു കരണ്ടടിക്കുന്ന ഒരനുഭവം. അപ്പോൾ ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. നമ്മൾ അവിശ്വാസത്തിന് മുൻപന്തിയിലാണല്ലോ. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, എങ്കിലും അത് കിട്ടുമോ, അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ പിറ്റേ ദിവസം കൗൺസിലിങ്ങിന് പോയിരുന്നപ്പോൾ ഞാനിത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൗൺസിലർ പറഞ്ഞു, അത് നീയാണെന്ന് വിശ്വസിക്കും മകളെ, നീ തന്നെയാണ്, ഇങ്ങനെയാണ് ഈശോ തൊടുന്നത്, ഈശോയ്ക്ക് വന്നല്ലാതെ തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല. അന്നേരം ഞാൻ പറഞ്ഞു, 10,000 പേരിൽ എത്രയോ ടെസ്സിമാർ കാണും. നമ്മുടെയൊക്കെ അവിശ്വാസം. 10,000 പേരിൽ എത്രയോ ടെസ്സിമാർ കാണും, അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീണ്ടും ഞാൻ വന്നിരുന്നു. അപ്പോഴും ഇതാ നായ്ക്കുംപറമ്പിൽ വിളിച്ചു പറഞ്ഞു, ടെസ്സിയെ ഈശോ സ്പർശിക്കുന്നു. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, അതിലൊന്ന് മാത്രം ഞാൻ എൻ്റെ കാര്യം മാത്രം ഓർക്കുന്നുള്ളൂ, ടെസ്സിയെ ഈശോ സ്പർശിക്കുന്നു. അപ്പോഴും ഇതേ അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത് കളിയല്ലല്ലോ എന്ന് വിചാരിച്ചു. എങ്കിലും അടുത്ത ദിവസം കുമ്പസാരത്തിൻ്റെ സമയത്തും ഞാൻ വൈദികനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, 2 പ്രാവശ്യമായി, ഇത് ഞാൻ തന്നെയാണോ? ആ മകളെ, നീ തന്നെയാണെന്ന് നീ വിശ്വസിക്കുക, അത് നീ തന്നെയാണ്. എന്നാൽ കുമ്പസാരക്കാരൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചോദിച്ച അടുത്ത ചോദ്യമാണ്, എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല? നീ 2 കാര്യം ചോദിച്ചുകൊണ്ടല്ലേ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത്. ഒന്ന്, നിനക്ക് ഈശോയെ കാണണം. അടുത്തത്, ഈശോ സ്പർശിക്കണം. ഇതാ നിനക്ക് ഈശോയുടെ സ്പർശനം കിട്ടിക്കഴിഞ്ഞു, ഇന്ന് നീ ഈശോയെ കാണും. എന്നെ ഞെട്ടിച്ചത് വേറൊന്നുമല്ല, ഞാൻ ഇതാരോടും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ വൈദികൻ ഇതറിഞ്ഞത്? എൻ്റെ മനസ്സിലെ കാര്യം, ഈശോയോട് മാത്രം പറഞ്ഞ കാര്യം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ, വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ കുർബാന സ്വീകരിച്ച സമയം ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതെങ്ങനെയാണെന്നല്ലേ? നല്ലിടയനായിട്ട്. എൻ്റെ ഹൃദയം പച്ച വിരിച്ച പുൽമെത്ത പോലെ കിടക്കുന്ന എൻ്റെ ഹൃദയം, വിശാലമായ ഹൃദയം എനിക്ക് കാണാം. പച്ച വിരിച്ച ഹൃദയത്തിൽ ഈശോ ഞാൻ നല്ലിടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഈശോയുടെ കയ്യിൽ വടിയുണ്ട്, ഈശോയുടെ കയ്യിൽ ആടുണ്ട്, കുറേ ആട്ടിൻകുട്ടികൾ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് പുഞ്ചിരി തൂകിയ മുഖവുമായി ഈശോ എൻ്റെ ഹൃദയത്തിലൂടെ നടന്നു നീങ്ങുന്നു. ആ ഈശോയെ 94-ൽ ഞാൻ കണ്ടതാണ്. പിന്നെ പഠിക്കാൻ പോയി. എങ്കിലും ഈശോ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കിന്ന് ഇവിടെ നിന്നും പറയാൻ പറ്റും, അന്നു മുതൽ ഇന്ന് വരെ
ഒരു നോട്ടത്തിൽ പോലും പിഴവ് പറ്റിയില്ല എന്ന് പറയണമെങ്കിൽ എൻ്റെ നല്ല ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കും എന്നല്ലാതെ ഞാൻ എൻ്റെ ആദ്യത്തെ വേദിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുന്നത്. എങ്കിലും ഇത് പറയണമെന്നൊന്നും വിചാരിച്ച് വന്നതല്ല. പക്ഷേ നമ്മൾ തോമാസ് ശ്ലീഹായുടെ കാര്യം പറഞ്ഞു വന്നതാണ്. സ്നേഹശാഠ്യം. അതെ, ഈശോ തോമാസ് ശ്ലീഹ സ്നേഹശാഠ്യത്തോടെ ഈശോയെ കാണണം എന്ന് ആഗ്രഹിച്ചു. അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് നിങ്ങളോടിത് പങ്കുവയ്ക്കണമെന്ന്. 30 വർഷത്തിന് ശേഷവും ഈ ഈശോ നന്നായി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈശോയാണ് ഈ നല്ലിടയനായ ഈശോ. അതുപോലെ വീണ്ടും എന്നെ ഞെട്ടിച്ചതാണ് ഈ നല്ലിടയൻ. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2001 വിവാഹം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്കല്ല, എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ആ വീട്ടിലേക്ക് ഞാൻ ആദ്യമായി കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്നത് ഞാൻ കണ്ട നല്ലിടയനായ ഈശോ. ഞാൻ ആ ഈശോയെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുപോലുള്ള ഒരു പടം ഞാൻ നോക്കി നടന്നു. പക്ഷേ ഞാൻ അതേപോലെ പുഞ്ചിരിക്കുന്ന, അതേപോലെ മുഖസൗന്ദര്യമുള്ള ഒരു നല്ലിടയനായ ഈശോയെ ഞാൻ അത്രയും നാളും കണ്ടില്ല. ഒരു നല്ലിടയൻ്റെ ഫോട്ടോയൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഞാൻ കണ്ടതാണല്ലോ എന്ന് കരുതി. എന്നാലും ആ മുഖത്ത് ആ ചൈതന്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായി കയറി ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ റൂമിൽ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് നല്ലിടയനായ ഈശോ. ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇത് എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതെ, അങ്ങനെ എനിക്ക് നല്ല ജീവിത പങ്കാളിയെ തന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ല എന്നല്ല, ഓരോ കുടുംബ ജീവിതത്തിലുമുള്ളതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ആ നല്ലിടയനായ ഈശോ എപ്പോഴും കൂടെ ആയിരിക്കുന്ന അവസ്ഥ. അതാണ് എൻ്റെ ആ ചെറിയ ഒരു സന്ദേശം. വിഷയം നമ്മൾ അതിൽ നിന്ന് വിട്ടുപോയോയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇത് ഇവിടെ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ വലിയ ധ്യാന പ്രസംഗകയൊന്നുമല്ല. ഞാനിങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ വ്യക്തികൾക്ക് ആരൊക്കെ വന്നിരിക്കുന്നു അവർക്കെല്ലാം ആവശ്യമായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഈ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരും നിറയപ്പെടുന്നതിന് ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളാണോ അതെല്ലാം തമ്പുരാനെ വാങ്ങിക്കൊടുക്കണമേ. അതിനെന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. നിങ്ങളുടെ മുമ്പിൽ എന്നെ അതിനൊരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതായത് നമ്മളൊക്കെ ഒത്തിരി ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വചനകൂടാരത്തിലേക്കും കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി ജീവിത പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, മക്കളെക്കുറിച്ചുള്ള ഒത്തിരി വേദനകളുണ്ട്, മക്കൾ പഠിക്കാത്ത അവസ്ഥ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി ദുഷിച്ച നടപ്പിലൂടെ കടന്നു പോകുന്ന മക്കൾ, അവരെയൊക്കെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള വേദന, അവരുടെ രോഗങ്ങളെക്കുറിച്ചുള്ള വേദന, രോഗാവസ്ഥകൾ, ഇങ്ങനെ പലർക്കും പല കാര്യങ്ങളാണ്. പിന്നെ കുറേ അധികം പേര് പരിശുദ്ധാത്മാവിനെ വേണം, ഈശോയോട് ഒത്തായിരിക്കണം, ഈശോയുടെ കൂടെയുള്ള ജീവിതം, ഇത് മാത്രം മതി ഞങ്ങൾക്ക്, ഈശോയെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന പ്രാർത്ഥനയുമായി വന്നിരിക്കുന്നവർ. നമ്മളൊരു ചെറിയ ഫംഗ്ഷന് പോയാലും നമുക്കിപ്പോൾ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ വേണോ അതെല്ലാം അവിടെയുണ്ട്. കപ്പയും മീനും വേണ്ടിയവർക്കത്, പൊറോട്ടയും ഇറച്ചിയും വേണ്ടിയവർക്കത്, ബിരിയാണി വേണ്ടിയവർക്ക്, ചോറ് വേണ്ടവർക്ക്, അങ്ങനെ പല വിഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നമുക്ക് ആവശ്യമുള്ളതുപോലെ കഴിക്കാൻ. ഇവിടെയും അതുപോലെയാണ്, പലർക്കും പല ആവശ്യങ്ങളാണ്. നല്ല തമ്പുരാനെ, ഇവിടെ നിങ്ങളോടൊപ്പമായിരിക്കുമ്പോൾ, ഈ വചനം പറയുമ്പോഴും ആരാധന നടത്തുമ്പോഴുമെല്ലാം ഇവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഹൃദയ വയലുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നല്ല ഈശോയെ അവർക്ക് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ.
അവർക്ക് തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്ന്. ചിലപ്പോഴൊക്കെ നമ്മളിപ്പോഴും ആലോചിക്കും, എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിനൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ. എന്നാൽ അവിടുന്ന് പറയുന്നു, ദൈവമഹത്വം നിന്നിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് നിനക്ക് കുറച്ച് കാലതാമസം വരുത്തുന്നത്. നിൻ്റെ ഈ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നതിന്. വീണ്ടും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ചോദിച്ച കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലേറ്റായിട്ടൊക്കെ കിട്ടിയതുണ്ട്. തിരിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതേ സ്നേഹമുള്ളവരെ, എൻ്റെ തന്നെ ഒരു സാക്ഷ്യത്തിലും കൂടെ ഞാൻ കടന്നു പോകും. എൻ്റെ ജീവിതം മുഴുവൻ സാക്ഷ്യമാണ്. അത് നിങ്ങളെയൊക്കെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നത് തന്നെയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്ക് 9 വർഷം കഴിഞ്ഞാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. 9 വർഷം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് ഇത്രയും നാൾ എന്തിനാണ് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു, എന്നെ വിവാഹം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പം പറഞ്ഞു 5-6 മാസം കഴിയുമ്പം നിനക്ക് പ്രഗ്നൻ്റ് ആയിട്ട് നിന്നെ നാട്ടിലേക്ക് വിടും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ദൈവം 9 വർഷം കാത്തിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചു. പക്ഷെ അന്നേ ദൈവം തരുമായിരുന്നെങ്കിൽ നമ്മൾ ഓർക്കും, കല്യാണം കഴിഞ്ഞു, മക്കളുണ്ടാവുക ഒരു പ്രോസസ്സാണ്, അത് നടന്നു. ഇത്രമാത്രം വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ലായിരുന്നു. അതുപോലെ അത്രയും താമസം വന്നത് ദൈവത്തെ കൂടുതലായി അറിയുവാനും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇത് സാധ്യമായതെന്ന് വിശ്വസിക്കുവാനാണ് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. 4 പ്രാവശ്യം പ്രഗ്നൻ്റായി. 3-ാമത്തേതാണ് എൻ്റെ കുഞ്ഞ്. മറ്റേത് 3 അബോർഷനായിപ്പോയി. ആദ്യം അബോർഷനായി പോയപ്പോൾ 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യം ഒന്ന് പ്രഗ്നൻ്റ് ആയത് തന്നെ. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. ബൈബിളാണെങ്കിൽ പുതിയ നിയമം മുഴുവൻ വായിച്ചു തീർന്നു. അങ്ങനെ എനിക്ക് കുറേ നാൾ കൂടി പ്രഗ്നൻ്റ് ആയപ്പോൾ നല്ല പരിഗണനയൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു. പക്ഷെ 5 മാസമായപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിന്ന് പറയുകയാണ്. ഞാൻ ജപമാല പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതെൻ്റെ മോനാണ്. നമുക്ക് സംശയമില്ലല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പറയുകയാണ്, ഇത് എൻ്റെ മോനാണ് എന്ന് പറയുമ്പോൾ സംശയമില്ലാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു. ഒരു വ്യക്തിയായിട്ട് മാതാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതേ അമ്മയുടെ മോൻ തന്നെയാണ്. ഞാൻ അതിനെന്ത് ചെയ്യണം? പെട്ടെന്ന് എൻ്റെ വായിൽ വന്നത് ഇമ്മാനുവൽ എന്നാണ്. ഞാൻ ഇമ്മാനുവൽ എന്ന് പേരിടാം. മാതാവ് തല കുലുക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ മോനാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ഇമ്മാനുവലിന് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ മെറിസ് എന്ന് പേരിടാം അമ്മേ എന്ന് പറഞ്ഞു. മേരിയുടെ മോനെന്ന് അങ്ങനെ ഡയറക്റ്റായിട്ട് പേരാകുമല്ലോ, അതായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടമെന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞു. അമ്മ തല കുലുക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ മോനാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, അതേ അമ്മയുടെ മോൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴും 3-ാമത് പ്രാവശ്യവും ഇങ്ങനെ തല കുലുക്കിയിട്ട് ഇതെൻ്റെ മോനാണ് എന്ന് പറഞ്ഞ് അമ്മ മാറിപ്പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അത് അബോർഷനായിരിക്കുകയാണ്. 5 മാസമായ കുഞ്ഞ്. മാതാവ് തന്നു, മാതാവ് എടുത്തു. അന്ന് ഒത്തിരി വേദനയുണ്ടായിരുന്നു, ഒത്തിരി വിഷമമുണ്ടായിരുന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു, അത് മാതാവ് എടുത്തെങ്കിലും മാതാവ് ഇനിയും തരും. 2-ാമതും ഇതുപോലെ തന്നെ. മൂന്നാമതും ഇതുപോലെ പ്രാർത്ഥിച്ചു. അൽഫോൻസാമ്മയുടെ അവിടെ പോയപ്പോൾ, ഭരണങ്ങാനത്ത് പോയപ്പോൾ ഒരു സിസ്റ്റർ, പരിചയമൊന്നും ഇല്ലായിരുന്നു, ഒരു സിസ്റ്റർ ആണെങ്കിലും ഇത്രയും വർഷമായി എന്ന് പറഞ്ഞപ്പോൾ ഒരു തിരുശേഷിപ്പ് വെച്ച കാശുരൂപം തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, അൽഫോൻസാമ്മയെന്ന് പേരിടുകാമെന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എങ്കിലും വേറെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, ജപമാലകളുണ്ട്. ഇത് മുടങ്ങാതെ പ്രാർത്ഥിച്ചു. 1 വർഷമായപ്പോൾ 2.5 മാസമായ കുഞ്ഞിനെയും കൊണ്ട് ആ കബറിടത്തെങ്കിൽ പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. വിശ്വാസം, അതല്ലേ വിശ്വാസം അല്ലേ? നമ്മൾ തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ 2 സാക്ഷ്യങ്ങൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടി വന്നു. അങ്ങനെ തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തിലൂടെ കടന്നുപോയി. നമ്മൾ ഇന്നതുപോലെ ദൈവകരുണയുടെ തിരുനാളും ആഘോഷിക്കുകയാണ്.
ദൈവം കാരുണ്യവാനാണ്. എല്ലാ പാപികളോടും എല്ലാ വ്യക്തികളോടും കരുണ കാണിക്കുന്നവൻ. ഇന്നതുപോലെ നമ്മൾ ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സംസ്കാരമൊക്കെ മാധ്യമങ്ങളിൽ കൂടി കണ്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പറയുമ്പോഴും ഇതാ കരുണയുടെ മുഖമാണ്. പാപികളെയും രോഗികളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും വലിയ ആളൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരരെ പോലെ ജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതൊക്കെ നമുക്ക് പാഠമല്ലേ? ഫൗസ്റ്റീന നമുക്ക് പറഞ്ഞു തന്നു ദൈവകരുണയെപ്പറ്റി. ദൈവകരുണയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ദൈവത്തിന് നമ്മോടുള്ള മനോഭാവമാണ് ദൈവകരുണ, അല്ലേ? ദൈവത്തിന് നമ്മോടുള്ള മനോഭാവമാണ് ദൈവകരുണ. നമ്മൾ എങ്ങനെയായിരിക്കുന്നു? നമ്മൾ പാപാവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ 3 ഉപമ കാണുന്നുണ്ട്. കാണാതായ ആടിൻ്റെ ഉപമയും, കാണാതായ നാണയത്തിൻ്റെ ഉപമയും, ധൂർത്തപുത്രൻ്റെ ഉപമയും. ഇത് നോക്കിയാൽ കാണാതായ ആടിൻ്റെ ഉപമ, ആ ആട് ആലയ്ക്ക് വെളിയിലാണ് കാണാതായത്. ആലയ്ക്കുള്ളിലല്ല, ആലയുടെ വെളിയിലേക്ക് പോയപ്പോഴാണ് ആടിനെ കാണാതായത്. കാണാതായ നാണയത്തിൻ്റെ ഉപമയെപ്പറ്റി നോക്കുമ്പോൾ അത് ആ വീട്ടിൽ തന്നെയാണ്, വീടിന് ഉള്ളിൽ തന്നെയാണ് ആ നാണയം കാണാതായത്. വീടിനുള്ളിൽ കാണാതായ നാണയം ആ അമ്മ ഒത്തിരി പരതി, ഒത്തിരി അടിച്ചു വാരി, വിളക്ക് കൊളുത്തി, അങ്ങനെയൊക്കെ ആ അമ്മയ്ക്ക് നോക്കേണ്ടി വന്നു. എന്നാൽ ധൂർത്തപുത്രൻ്റെ ഉപമയെപ്പറ്റി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ധൂർത്തപുത്രൻ്റെ ഉപമ ആ പോയ മകൻ മാത്രമല്ല, പോയ മകൻ പുറത്തേക്ക് പോയി ധൂർത്തപുത്രൻ, എന്നാൽ ഉള്ളിലുള്ള മകനും ആ പിതാവിനെ നഷ്ടപ്പെട്ടു. കാരണം ധൂർത്തപുത്രനായ മകൻ തിരിച്ചു വന്നപ്പോൾ ആ മകനെ സ്വീകരിക്കാൻ താല്പര്യമില്ലാതെ വയലിൽ നിന്ന് വന്ന മൂത്ത മകൻ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. വീട്ടിലേക്കൊന്ന് കയറാൻ പോലും തുനിയാതെ അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ പിതാവിൻ്റെ കൂട്ടത്തിലുള്ള മകനും പിതാവിൽ നിന്ന് അകന്നുപോയ മകനും ഒരുപോലെയാണ്. ഇത് നോക്കുമ്പോൾ ആലയ്ക്ക് പുറത്തു പോയ ആടും ആലയ്ക്ക് അകത്ത് കാണാതായ നാണയവും, അതുപോലെ ധൂർത്തപുത്രൻ്റെ ഉപമ, 2 മക്കളും അകത്തുനിന്നും പുറത്തുനിന്നും കാണാതെ പോയ അവസ്ഥ. നമുക്കും ഈ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടില്ലേ? നമ്മൾക്കും ഇങ്ങനെ നഷ്ടപ്പെടലിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ ഈശോയുടെ അടുത്ത് നിന്ന് അകന്നിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഏത് സാഹചര്യമാണ് നമ്മളെ ഈശോയിൽ നിന്നും അകറ്റിയത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കളോട് ബഹുമാനിക്കാത്ത അവസ്ഥ. മാതാപിതാക്കളെന്ന് പറയുമ്പോൾ കുടുംബിനികളൊക്കെ അമ്മായിയപ്പന്മാരോടും അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടുമൊക്കെ ഉള്ള പെരുമാറ്റം, അവരുടെ വീട്ടുകാരോടുള്ള പെരുമാറ്റം ഒക്കെ എങ്ങനെയാണ്? നമ്മളുടെ പെരുമാറ്റം മൂലം അവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? അവർ ഈശോയിൽ നിന്ന് അകന്നു പോയോ? നമ്മുടെ പെരുമാറ്റം ഏത് രീതിയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? ഇന്ന് ഈ നല്ലൊരു ദിവസം, ഈ കരുണയുടെ തിരുനാളിൻ്റെ ദിവസം, നമുക്ക് ഈ ഭൗതികമായ ആവശ്യങ്ങളെ തേടിപ്പോകാതെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ്, ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട്, നമ്മുടെ ഉള്ളിൽ എവിടെയാണ് പ്രശ്നം പറ്റിയത്, ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കരുണ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ നമുക്ക് ഈ കരുണയുണ്ടോ?
നമ്മുടെ അയൽവക്കംകാരോട് കരുണയുണ്ടോ? നമ്മുടെ ബന്ധുമിത്രാദികളോട്, സ്നേഹിതരോട് നമുക്ക് കരുണയുണ്ടോ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഞാൻ നല്ലതാണ്, ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനകളൊന്നും മുടക്കുന്നില്ല, ധ്യാനങ്ങളൊക്കെ മുടങ്ങാതെ കൂടുന്നുണ്ട്, എനിക്കാരോടും പിണക്കമില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നത് ദൈവമാണ്. ആ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ്റെ അടുത്ത് നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ചീഞ്ഞു നാറിക്കിടക്കുന്ന അനുഭവങ്ങളാണോ ഉള്ളത്? കല്ലും മണ്ണും കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളാണോ? കള്ളക്കുമ്പസാരമാണോ നമ്മൾ ഇത്ര നാൾ നടത്തിയിരുന്നത്? നമ്മൾ ആരുടെ അടുത്താണ് മറച്ചു വെച്ചത്? നമ്മളുടെ ഹൃദയങ്ങൾ കാണുന്നവന്, നമ്മുടെ ഉള്ളിൽ കാണുന്നവന് നമ്മുടെ മനസ്സ് നന്നായി നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈശോയെ കണ്ട അനുഭവം വെറുതെ പറയുന്നതല്ല, ആരും വെറുതെ പറയുന്നതല്ല. ഈശോയെ കാണുവാൻ, ഈശോയുടെ സ്പർശനം അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. എനിക്ക് ആ രീതിയിൽ എനിക്ക് എൻ്റെ ഈശോ സ്പർശിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്കും ഈശോയെ കാണുവാനും, നിങ്ങൾക്കത് കിട്ടിയില്ല എങ്കിൽ അത് കാണുവാനും, ഈശോയുടെ സ്പർശനം ലഭിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും യോഗ്യതയുണ്ട്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകണം. ഈശോയെ കാണണം. ഞാൻ പറഞ്ഞു, അന്ന് ഈശോയെ കണ്ടു, ഹൃദയത്തിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ ഒന്ന് വിട്ടുപോയി. ആ സമയത്ത് ഞാൻ ചോദിക്കാത്ത ഒരു കാര്യം കൂടി ഈശോ എനിക്ക് തരികയായിരുന്നു. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, 2 കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേ ഈശോ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നാവിന് കെട്ടുകൾ അഴിഞ്ഞതുപോലെ, നാവ് സ്വതന്ത്രമായതുപോലെ, നാവിന് കനമില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ പറയുമ്പോൾ വേറൊരു രീതിയിലായി പോകുന്നു. ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നുന്നത് പോലെ അടുത്ത് നിന്നിരിക്കുന്നവർ കേൾക്കുമ്പോൾ എന്തു തോന്നും? ഞാൻ വായ അടച്ചു വെക്കാൻ നോക്കി, പക്ഷെ സാധിക്കുന്നില്ല. സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതിരങ്ങൾ തുറന്ന് സ്തുതിക്കുക. നമ്മളോടൊക്കെയും ചില ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനത്തിനുമൊക്കെ പോകുമ്പം പറയും, നിങ്ങളൊക്കെ ഒന്ന് അതിരങ്ങൾ തുറന്ന് സ്തുതിച്ചേ, നിങ്ങളുടെ നാവുകളുടെ കെട്ടുകൾ അഴിയട്ടെ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നാവിൻ്റെ കനം കുറഞ്ഞിട്ട് സ്തുതിക്കുന്ന അവസ്ഥ. അത് നമുക്കറിയാമല്ലോ. മറിയം ത്രേസ്യയൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി, ഈശോയുടെ കുരിശിൻ്റെ അവിടം വരെയൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോയതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിശുദ്ധരും ഇങ്ങനെ വായുവിൽ, അമ്മ ത്രേസ്യയൊക്കെ ഇങ്ങനെ വായുവിൽ പൊങ്ങിയ കാര്യം, അതൊക്കെ അവരുടെ വലിയ വിശുദ്ധി കൊണ്ട് പ്രാർത്ഥന നിറഞ്ഞ ജീവിതം കൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ ഭാരമില്ലാതായി പൊങ്ങിപ്പോകുന്ന അവസ്ഥ. അതാണ് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മൾ എന്തുകൊണ്ടാണ് ബലം പിടിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്? നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഭാരമാണ്. ഈ ഭാരം എവിടെ നിന്ന് വന്നു? നമ്മുടെ മനസ്സിലെ തിന്മകളാണ്. നമ്മുടെ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമല്ലേ നമ്മളുടെ ഈ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ കാരണം? ശരീരം വിട്ടുകൊടുക്കാത്തത്, നാവ് കൊണ്ട് ചെയ്ത പാപങ്ങൾ, നാവിന് ഭയങ്കര ഘനമാണ്. നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഈശോയെ എന്നൊന്ന് വിളിക്കുവാൻ സാധിക്കുന്നില്ല. ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ സാധിക്കുന്നില്ല. അതെ, നമുക്കൊക്കെ ഈ കരുണയുടെ ദിവസം കരുണയിലായിരിക്കാം, ഈശോയുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കാം. എൻ്റെ ഈശോയെ, എനിക്കിത് മാത്രം മതി, എനിക്ക് നിന്നെ മാത്രം മതി, നിൻ്റെ സ്നേഹം മാത്രം മതി, നിൻ്റെ കരുണ മാത്രം മതി എന്ന്. അതെ, നമുക്ക് ഓരോരുത്തർക്കും ഈശോയെ കാണുവാൻ ശ്രമിക്കാം. ഈശോയെ, അവിടുത്തെ തിരുമുഖം ഞങ്ങൾക്കും ദൃശ്യമാക്കി തരണമേ, കാണിച്ചു തരണമേ എന്ന് നമുക്ക് ഈശോയോട് ചോദിക്കാം. ഈശോയുടെ തിരുമുഖ ദർശനം നമുക്കും സാധ്യമാകും.
ഈശോയുടെ മുഖമൊന്ന് കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ കാണാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ ഈശോയെ, നിന്നെ ഒന്ന് കാണിച്ചു തരണമേ, നിൻ്റെ തിരുമുഖ ദർശനം തരണമേ. യേശുവിനെ കാണണമെന്ന് നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കാം. യേശുവിനെ കേൾക്കുവാനായിട്ട് നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. തീവ്രമായി ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹത്തോടെ നമ്മുടെ കണ്ണുകളെ വിട്ടുകൊടുക്കാം. നമുക്ക് ഈശോയെ കാണണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമ്മൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹത്തോടെ ഈശോയെ കാണുവാൻ, ഈശോയുടെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, ആ ഈശോയെ എനിക്ക് കാണണം, എൻ്റെ ഈശോ ഇനിയും എൻ്റെ ഈ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമുക്ക് പ്രശ്നങ്ങൾ വന്നു കൊള്ളട്ടെ, പ്രതിസന്ധികൾ വന്നു കൊള്ളട്ടെ, നമ്മുടെ രോഗാവസ്ഥയിലായിക്കൊള്ളട്ടെ, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന ചിന്തയിലൂടെ കടന്നു പോകട്ടെ, എന്നാലും എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെക്കുറിച്ചും വേദനിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഈശോയെ എനിക്ക് കാണണം, ഈശോയെ കേൾക്കണം, ഈശോയെ ഹൃദയത്തിൽ ആസ്വദിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ഗാനം നമുക്ക് ആലപിക്കാം. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ. ഇതാ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന അനുഭവം. നമുക്ക് ഈശോയെ കാണാം, ഈശോയെ കേൾക്കാം, ഈശോയെ ആസ്വദിക്കാം. യേശുവിനെ കാണണം, എനിക്കേശുവിനെ കാണണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണണം, യേശുവിനെ കാണണം, എനിക്കേശുവിനെ കാണണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണണം. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ, എനിക്കേശുവിനെ കാണണം, എനിക്കേശുവിനെ കാണണം, യേശുവിനെ കാണണം, എനിക്കേശുവിനെ കാണണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണണം. സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു തരണേ, സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു
തുറന്നു തരണേ. എനിക്കേശുവിനെ കേൾക്കേണം, എനിക്കേശുവിനെ കേൾക്കേണം, യേശുവിനെ കേൾക്കേണം, എനിക്കേശുവിനെ കേൾക്കേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കേൾക്കേണം. കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം, യേശുവിനെ ആസ്വദിക്കണം. നമ്മുടെ ഹൃദയത്തില് യേശുവിനെ ആസ്വദിക്കണം. കണ്ണുകളെ അടച്ച് യേശുവിനെ കാണാം ഹൃദയത്തില്. യേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ ആസ്വദിക്കണം, യേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ ആസ്വദിക്കണം. സ്നേഹപിതാവേ ഹൃത്തടം തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ ഹൃത്തടം തുറന്നു തരണേ. സ്നേഹപിതാവേ ഹൃത്തടം തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ ഹൃത്തടം തുറന്നു തരണേ. എനിക്കേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. എനിക്കേശുവിനെ കേൾക്കേണം, എനിക്കേശുവിനെ കേൾക്കേണം. എനിക്കേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. യേശുവിനെ കാണാൻ, യേശുവിനെ കേൾക്കുവാൻ, യേശുവിനെ ആസ്വദിക്കുവാൻ നമ്മളിപ്പോൾ പാടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വന്ന നിമിഷമാണിത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ചാലോ? ഈശോ ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് നിമിഷം കടന്നു വരുന്നു. നമ്മുടെ മാലിന്യങ്ങളെല്ലാം അകറ്റുവാൻ, നമ്മളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുവാൻ, നമ്മുടെ കൂടെ ആയിരിക്കുവാൻ. ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്വരങ്ങൾ ഉയരട്ടെ, സ്വരങ്ങൾ ഉയരട്ടെ. ഈ ദേവാലയത്തിൽ നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് അതരത്തിൻ്റെ കെട്ടുകൾ അഴിക്കും. ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം, ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിക്കുന്ന നിമിഷം. ഇന്ന് ഈ ആരാധനയിൽ, ഈ പ്രാർത്ഥനയിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും നീങ്ങിപ്പോകുന്ന നിമിഷം. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട് നിറയുന്ന നിമിഷമാണ്. അത് ആർക്കും തരുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൽ ആർക്കും തരാൻ സാധിക്കാത്ത വലിയ സൗഖ്യ അനുഭവമാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാ അഗ്നിയാൽ ഞങ്ങളെ കത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഈ വചന കൂടാരത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് യാചിക്കുന്നു. സാരിയ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാരിയ ആരിയ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാരിയ ചേർ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റൂഹായേ വേഗം ആഗതനാകണമേ. റൂഹായേ വേഗം ആഗതനാകണമേ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ, ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ. റൂഹായേ വേഗം ആഗതനാകണമേ. റൂഹായേ വേഗം ആഗതനാകണമേ. പുതിയൊരു ബന്ധക്കുസ്തദിനമാകട്ടെ, അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പുതിയൊരു ബന്ധക്കുസ്തദിനമാകട്ടെ, അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. ഇന്ന് പുതിയൊരു ബന്ധക്കുസ്തദിനമാകട്ടെ, അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൽ, അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൽ, അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. റൂഹായേ വേഗം ആഗതനാകണമേ. റൂഹായേ വേഗം ആഗതനാകണമേ. റൂഹായേ വേഗം ആഗതനാകണമേ. പുതിയൊരു ബന്ധക്കുസ്തദിനമാകട്ടെ, അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പുതിയൊരു ബന്ധക്കുസ്തദിനമാകട്ടെ, അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവാൽ, അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവാൽ, അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വസ്ഥമായി ഇരിക്കാം. അതെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇനി 40 ദിവസം കൂടി കഴിഞ്ഞാൽ പന്തക്കുസ്തയായി. പന്തക്കുസ്തയുടെ വരവിന് വേണ്ടി, ഇനി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ 40 ദിവസങ്ങൾ ഇനിയും. ശരി, നന്ദി. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എത്രയോ നമ്മൾ പറയും നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ അറിയാം, നമ്മൾ ഒത്തിരി ജപമാല ചൊല്ലുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? റോമ 8:26 പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ.
എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്കറിയാമോ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണെന്ന്? നമുക്കറിയാമോ? നമുക്കറിഞ്ഞുകൂടാ അല്ലേ? നമ്മുടെ ആത്മാവാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മുടെ ആത്മാവ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ആത്മാവാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നത്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് അവരുടെ ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മൾ നിറഞ്ഞ നിമിഷമാണിത്. നന്ദി. എപ്പോഴും നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കണം പ്രാർത്ഥിക്കാനായിട്ട്. ഇതുപോലെ ഞാൻ വിശുദ്ധ കുർബാനയുടെ ഒരു സാക്ഷ്യം കൂടി നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കണമെന്ന് ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ പന്തക്കുസ്തയെ പറ്റിയൊക്കെ പറയണമെന്നാണ് വിചാരിച്ചു വന്നത്. എന്നാൽ ഇപ്പോൾ വിശുദ്ധ കുർബാനയെപ്പറ്റി, വിശുദ്ധ കുർബാനയിൽ ഉള്ള തീഷ്ണത എത്രമാത്രമുണ്ട്, അത് എത്രമാത്രം ആസ്വദിച്ചാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയുവാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗാനമൊക്കെ ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ വിശുദ്ധ കുർബാനയെപ്പറ്റി, വിശുദ്ധ കുർബാനയുടെ ഒരത്ഭുതമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അത് പങ്കുവയ്ക്കണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പം അത് പറയണം. അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് ഞാനിത് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്കും ആഗ്രഹമില്ല ഞാൻ തളർന്നതാണ് എന്നിട്ട് ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഒന്ന് അറിയണമെന്ന് ഇവിടെ ഇരുന്ന സിസ്റ്റർമാർക്കൊക്കെ തോന്നിയിട്ടുണ്ട്, കുറച്ച് പേർക്കൊക്കെ തോന്നി. എന്നാൽ അതൊന്ന് അറിയണമെന്ന് ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. 2021 നമുക്ക് കൊറോണ വന്നു. എനിക്ക് മാത്രമേ വന്നുള്ളൂ എൻ്റെ വീട്ടിൽ. ആ സമയത്ത് കൊറോണ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയിടും. 10 ദിവസം അവിടെ കൊണ്ടുപോയിട്ടു. വീട്ടിൽ അയൽവക്കത്തൊന്നും കൊറോണ ഇല്ല, അവിടെ കൊണ്ടുപോയിട്ടു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ശരീരം മുഴുവൻ നീരായിട്ടാണ് വന്നത്. വേറെ അസുഖങ്ങളൊന്നുമില്ല. അവർ കുറേ ടെസ്റ്റുകളൊക്കെ നോക്കി, എന്നിട്ടും ശരീരം മുഴുവൻ നീര്. നമ്മൾ ചെത്തിപ്പുഴയൊക്കെ പോകണമെങ്കിലൊക്കെ ഒത്തിരി രൂപയാകും. അതുമല്ല അന്നേരം ആയുർവേദത്തിലെങ്ങാനും പോയി മരുന്ന് മേടിക്കാമെന്ന് കരുതി ആയുർവേദത്തിൽ പോയി മേടിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്ക് ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു ദിവസം കിടന്നതാണ്. രാവിലെ എഴുന്നേറ്റില്ല. സംസാരിക്കാൻ പറ്റും, ശരീരത്തിൽ ഇവിടം തൊട്ട് താഴോട്ട് തളർന്നുപോയി, ഒരു ചലനവുമില്ല. അപ്പോഴവിടെ ഡോക്ടറെ അടുത്ത് എന്ന് പറഞ്ഞു, ഇവിടെ ഇനി എവിടെ കൊണ്ടുപോയാലും രക്ഷയൊന്നുമില്ല, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 1.5-2 ആഴ്ചയായപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി ഒരു സിസ്റ്റർ ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തി. സിസ്റ്റർ റെജിൻ മേരി സിസ്റ്റർ സെൻറ്റ് ആൻസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 1 മണിക്കൂർ കഴിയുമ്പോൾ നീ എഴുന്നേൽക്കും, ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, ഞാനങ്ങനെ 1 മണിക്കൂർ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സിസ്റ്റർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു. സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൈകുത്തി എഴുന്നേറ്റിരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. എഴുന്നേറ്റിരുന്നു. എന്നിട്ടും എൻ്റെ നടു പൊങ്ങുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാലിൻ്റെ വെള്ളയൊക്കെ തിരുമ്മി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തു, പൊങ്ങുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുകയാണ്, ഒരു വ്യക്തിയായി എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, എൻ്റെ ചേച്ചി അന്ന് എൻ്റെ കൂടെയുണ്ട്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി എന്നെ എങ്ങനെയാണോ പൊക്കിയെടുക്കുന്നത് അതുപോലെ എൻ്റെ ഈശോ എൻ്റെ സൈഡിലിരുന്ന് എന്നെ ഇങ്ങനെ പൊക്കി, എന്നെ നല്ല സ്നേഹത്തോടെ എൻ്റെ കവിളിൽ നെറ്റിയിൽ ഉമ്മ തന്ന് ചേർത്ത് പിടിച്ച്, ചേച്ചി ആദ്യം എൻ്റെ കാലിനിട്ടൊന്ന് തട്ടണം, എന്നാലേ കാലൊന്ന് ഇച്ചിരി ഇങ്ങനെ നീങ്ങത്തുള്ളൂ. അങ്ങനെ ആദ്യം എൻ്റെ ഈശോ കാലും കൊണ്ടൊന്ന് തട്ടി. പിന്നെ ഞാൻ പതുക്കെ പിച്ച നടക്കുന്നത് പോലെ, ഈശോ പിടിച്ചിട്ടുണ്ടല്ലോ, ആ ധൈര്യത്തിൽ കിടന്നെടുത്തുനിന്ന് ഹാള് വരെ നടന്നു. അപ്പോഴും സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സിസ്റ്റർ പറഞ്ഞു, കൈ വിട്ടിട്ടൊന്നും നടക്കരുത്, എവിടെയെങ്കിലും പിടിച്ചുകൊണ്ടൊക്കെ നടക്കാവുള്ളൂ, ഡോക്ടർ പറയുന്നതൊക്കെ കേൾക്കണം, മരുന്നൊക്കെ കഴിക്കണം,
എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞു. ഞാനങ്ങനെ 6 മാസം വീണ്ടും വോക്കറയിൽ പിടിച്ചുകൊണ്ട് നടന്നു. വോക്കർ പിടിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിൽ കൂടെ നടന്നു. കിടപ്പിൽ നിന്ന് എഴുന്നേറ്റു. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന എനിക്കൊത്തിരി ഇഷ്ടമാണ്. കുമ്പസാരം കുർബാന ഇടയ്ക്ക് കുമ്പസാരിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, ഓട്ടോയിലൊന്നും കയറാൻ പറ്റത്തില്ല, കാല് പൊങ്ങത്തില്ല. 2 വീലറിലാണെങ്കിൽ സൈഡിൽ ചെരിഞ്ഞ് ഇങ്ങനെ കയറിയിരിക്കാം. അങ്ങനെ പോയി കുമ്പസാരിക്കുന്ന സമയത്ത് തന്നെ വൈദികൻ എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ തരുമായിരുന്നു, കുർബാനയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിലും. പിന്നെ ഒരു ദിവസം 2022 ജൂൺ 14 അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിശുദ്ധ കുർബാന. ആ സമയത്ത് എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹം, എനിക്ക് പോകണം, കുർബാനയിൽ പങ്കുകൊള്ളണമെന്ന മനസ്സിൽ ഭയങ്കര ആഗ്രഹം. ഞാൻ ഒട്ടും നടക്കാൻ വയ്യായെങ്കിലും ഞാനും പോകണമെന്ന തീരുമാനത്തിൽ ഞാൻ പോയി. വഴിയിലിറങ്ങിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി 2 വീലറിൽ വന്നു. എന്നെ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം അവിടെ കൊണ്ടുപോയി ഇരുത്താൻ. എന്നെ കൊണ്ടുപോയി ബെഞ്ചിലിരുത്തി. സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ കുർബാന ആദ്യം തൊട്ട് കണ്ടതുപോലെ അത് കഴിഞ്ഞും അതിനു മുമ്പേയും എനിക്ക് ആസ്വദിച്ച കുർബാന അന്ന് പെസഹ മുതൽ കൂടാൻ പറ്റിയിട്ടില്ല. എല്ലാം എനിക്ക് മനസ്സിലാകുന്നത് പോലെ. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ഞാൻ കാണുന്നത് ഈശോയാണ് ബലി അർപ്പിക്കുന്നത്. ഈശോയെ കാണുന്നു. ഈശോ മാത്രമാണ്, ഞാൻ മാത്രമാണ് അവിടെ ബലി അർപ്പിക്കാനായിട്ട് അവിടെ നിൽക്കുന്നത്. വേറെ എൻ്റെ കൂടെയുള്ള ഒരമ്മമാരെയും ഞാൻ കാണുന്നില്ല. ഞാൻ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. ഈശോ ഇവിടെയാണെങ്കിൽ അൾത്താരയുടെ ഭാഗത്ത് മുഴുവനും മാലാഖമാരും ഈശോയും ഞാനും മാത്രമുള്ള ഒരു വിശുദ്ധ ബലി. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നു. അന്നേരമാണ് സ്തുതി അത് നമ്മളുടെ കുർബാന സ്ഥാപന പ്രാർത്ഥനയുടെ സമയത്ത് ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കാമെന്ന് കരുതി മുന്നിലെ ബെഞ്ചിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. 2 കാലും ആടുന്നത് പോലെ വിറയ്ക്കുകയാണ്. ഞാൻ കാല് വിറച്ചപ്പോൾ അവിടെ താഴെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ ഫുള്ള് ആബ്സെൻറ്റ് മൈൻഡഡ് ആയിപ്പോയി. എനിക്ക് അച്ഛൻ കാണിക്കുന്നതൊക്കെ കാണാം, പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈശോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ബാക്കി കുർബാനയുടെ സമയത്ത് ഞാനിങ്ങനെ കാണുന്നു. തുടർന്ന് ഈശോ കുർബാന സ്വീകരണ സമയമായി. അച്ഛൻ കുർബാനയും കൊണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് കാണുന്നത് പോലെ കുർബാനയും കൊണ്ട് വരുമ്പോൾ ഞാൻ നന്നായി നടന്ന് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നന്നായി നടന്ന് കുർബാന സ്വീകരിക്കാനുള്ള ലൈനിൽ പോയി നിന്നു. കുർബാന സ്വീകരിച്ചു. വന്നു മുട്ടുകുത്തിയതും ഒന്നും ഞാൻ അറിയുന്നില്ല. മുട്ടുകുത്തി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പ്രശ്നമൊക്കെ പോയോ? ഞാൻ നന്നായി നടന്ന് പോയി കുർബാന സ്വീകരിച്ചു വന്ന് മുട്ടുകുത്തിയെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മനുഷ്യവർഗത്തിൻ്റെ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുന്ന ഞാൻ ഇപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ആരും നിൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാനപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ മുട്ടുകുത്തിയെടുത്തു നിന്നാണ് എഴുന്നേറ്റത്. എൻ്റെ കാലിനൊക്കെ ബലം കിട്ടി. ഞാൻ കാലലഞ്ഞുള്ളി നോക്കി, എനിക്ക് സെൻസേഷനുണ്ട്. ഞാൻ കാല് പൊക്കുകയും താക്കുകയും വെച്ച് നോക്കി. അച്ഛൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ധാരധാരെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മുഖമാണെങ്കിൽ ചിരിച്ചിരിക്കുന്നു. ചിരിച്ച മുഖം എന്തോ എനിക്കൊന്ന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കണ്ണിലെ കണ്ണുനീരൊഴുകുന്നത് അതെനിക്ക് നിർത്താൻ സാധിക്കുന്നില്ല. ഷാളിക്കൂടിയൊക്കെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. മുഖം ചിരിച്ചിരിക്കുന്നു. ഒരു 100-ന്റെ ബൾബിട്ട പോലത്തെ പ്രകാശം മുഖത്ത്. എങ്ങനെ ഈ സന്തോഷം ആരോട് പങ്കുവയ്ക്കുമെന്നറിയില്ല. ഞാൻ പ്രാർത്ഥന തീരുന്നത് വരെ ഡാൻസ് കളിക്കുന്നത് പോലെ കാല് പൊക്കുകയും താക്കുകയും വെച്ചുകൊണ്ട് നിന്നു.
കഴിഞ്ഞ ഉടനെ ഞാൻ മുട്ടുകുത്തി അടുത്ത് നിന്ന് ചേച്ചിയോട് പറഞ്ഞു. അവർക്കെല്ലാം മനസ്സിലായി ഞാൻ കുർബാന സ്വീകരിക്കാൻ പോയപ്പം തന്നെ എനിക്ക് സൗഖ്യം കിട്ടിയ കാര്യം. പക്ഷേ അടുത്ത് നിന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കണ്ടോ എൻ്റെ കാല് ശരിയായി, എൻ്റെ കാല് ശരിയായി. എനിക്ക് ആരോട് പറയണമെന്നറിയില്ല, അത്രമാത്രം സന്തോഷം. വിശുദ്ധ കുർബാനയുടെ വലിയ ശക്തി, വിശുദ്ധ കുർബാനയാണ് സ്നേഹമുള്ളവരെ നമുക്ക് എല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ വാരി കോരിത്തരുന്ന വിശുദ്ധ കുർബാനയിലേക്ക് നോക്കണം. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കരുത്. അവിടെ നിന്നാണ് ശക്തി ലഭിക്കുന്നത്. ഞാൻ തിരിച്ചു വന്ന് ആ ചേച്ചിയുടെ വണ്ടിയിൽ തന്നെ തിരിച്ചു വരുന്നത്. ഞാൻ കാലപ്പുറത്തും ഇപ്പുറത്തും വിട്ട് 2 വീലറിൽ തിരിച്ചു വന്നു. മെയിൻ റോഡിൽ ഇറക്കി വിട്ടു. നീ പൊക്കോളുക എന്ന് പറഞ്ഞു. ഞാൻ പോന്ന് തിരിച്ച് ഞാൻ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം, എൻ്റെ അടുത്ത വീട്ടിലെ ആൻറ്റിക്ക് കാലിന് നീരായതുകൊണ്ട് ആൻറ്റിക്ക് എന്നെ കാണാൻ വരാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ മേലാതിരുന്നിട്ടും ഞാൻ നേരെ കയറുന്നത്, ആ ആൻറ്റിയുടെ വീട് കഴിഞ്ഞാണ് എൻ്റെ വീട്. ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഓടി കയറി ചെന്നു. അവർ ഹിന്ദുസാണ്. അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ഞാൻ ഒന്നും നോക്കിയില്ല. ആൻറ്റി നോക്ക്, എൻ്റെ ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തി ആൻറ്റി, നോക്ക് ആൻറ്റി. ഞാൻ എന്നിട്ട് ആൻറ്റിയുടെ 2 കാലിലേക്കും തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്നെ തൊട്ട ഈശോയെ, എന്നെ തൊട്ട് സുഖപ്പെടുത്തിയ ഈശോയെ, ആൻറ്റീനെയും സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ ഇത്രമാത്രം പറഞ്ഞു. മുഖത്ത് മുഴുവൻ സന്തോഷമാണ്. ആരോടിത് പറയണമെന്നറിയില്ല. ഞാൻ ഇത്ര പറഞ്ഞിട്ട് കാല് സുഖമായോ എന്നൊന്നും നോക്കിയില്ല. ഞാൻ തിരിച്ചു പോന്നു. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു സ്ലോപ്പായ വീടാണ്, കയറാൻ ഇച്ചിരി പാടാണ്. അവിടെയൊക്കെ ഓടി കയറിപ്പോയി. തിരിച്ച് കൊച്ചു സ്കൂളിൽ നിന്ന് വന്നപ്പം ചോദിച്ചു, എൻ്റെ കാല് ശരിയായി എന്ന് പറയുമ്പോൾ, അമ്മ എന്നാൽ ഒന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങി കാണിച്ചേ എന്ന് പറഞ്ഞു. ഞാൻ അവളെ കട്ടിൽ എൻ്റെ മേളിലോട്ട് കയറി കാണിച്ചു. ഇതാണ് മോളെ ഈശോ എന്ന് പറഞ്ഞു. ഈശോ തൊട്ട് സുഖപ്പെടുത്തിയ അനുഭവം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ആൻറ്റി വിളിച്ചിട്ട് പറയാണ്, ടെസി, നിൻ്റെ ഈശോയോട് നീ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കാലിൻ്റെ നീര് പോയി, ഇപ്പോൾ കാലിന് നീരില്ല. എന്നാൽ തമ്പുരാൻ ആ ആൻറ്റിയുടെ കാലിൻ്റെ നീര് മാറ്റിയെങ്കിലും ഇപ്പോൾ ആ ആൻറ്റിക്ക് 2 കണ്ണിനും കാഴ്ചയില്ല. കാഴ്ച കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കാഴ്ച നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. അതുപോലെ അത് കഴിഞ്ഞ് ഈശോ എന്നെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു വേദിയിൽ വന്ന് ഇത്രയും പേരുടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എങ്കിലും ഇവിടെ വന്ന് നിൽക്കുന്നത് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ വന്ന് കയറി നിന്നപ്പോൾ എൻ്റെ ഈശോയാണ് എന്നിലൂടെ സംസാരിക്കുന്നത്. ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു വന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മുടെ സമയം തീരുകയും ചെയ്തു. എന്നാൽ പറയണ്ട എന്ന് വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തട്ടുന്നതായി, നിങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിക്കുന്നതായ ചിന്തകൾ തരുവാൻ എന്നിലുള്ള പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് ഈ നിമിഷം ഉപയോഗിച്ചുവെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മ ശക്തിയാൽ നിറച്ച്, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറച്ച് ഓരോരുത്തരെയും ക്രിസ്തുവിനെ സാക്ഷികളായി ജീവിക്കുവാനായിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നമുക്ക് ആരാധനയിലേക്ക് കടക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. ഇന്ന് കേട്ട കാര്യങ്ങൾ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ, ഈശോയുടെ കൂടെ ആയിരിക്കണം. വിശുദ്ധ കുർബാനയിലുള്ള വലിയ സാന്നിധ്യം, വിശുദ്ധ കുർബാനയിലുള്ള വലിയ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനി അടുത്തുള്ള ശുശ്രൂഷയിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ, നമ്മളെ സൂക്ഷിച്ച് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശോനാഥൻ്റെ മുമ്പിൽ നമ്മളെ പൂർണ്ണമായും നമ്മൾ സമർപ്പിക്കുകയായിരുന്നു. ജീവനും
എൻ്റെ സർവസ്വവും ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടിയറ വയ്ക്കുകയായിരുന്നു ആരാധനയ്ക്ക് യോഗ്യനായ നല്ല ഈശോയുടെ മുമ്പിൽ. അതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അതെ, നമുക്ക് ഈ സുഖവും സൗകര്യവും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകിയ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നതിന് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് നല്ല ജീവിത പങ്കാളിയെ നൽകി, മക്കളെ നൽകി, നമ്മുടെ സഹോദരി സഹോദരങ്ങളെയൊക്കെ നൽകി ആ നല്ല ദൈവത്തിന് നമുക്ക് ആരാധന അർപ്പിക്കാം. യേശുവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നല്ല ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നമ്മൾ ഈശോയെ ആരാധിക്കുകയായിരുന്നു. നമ്മുടെ പാപാവസ്ഥകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈശോയുടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾ മുമ്പേ വിചിന്തനം ചെയ്തു. നമ്മുടെ പാപാവസ്ഥകൾ, ഈശോയെ, നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ഇതൊക്കെ നമ്മൾ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് കൊടുക്കാം. ഈശോയെ, ഞങ്ങളെ ഒന്ന് കാണണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളൊന്ന് പരിശോധിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി വെൺമഞ്ഞു പോലെയാക്കണമേ. നിൻ്റെ പാപം കടുംചുവപ്പാണെങ്കിലും അത് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നല്ല ഈശോയെ നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം. പാപിയാണെങ്കിലും രോഗിയാണെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നിന്നെ പൂർണ്ണമായും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ഈശോയെ നമുക്ക് കണ്ടുകൊണ്ട് ആ ഈശോയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം. നന്ദിയും സ്തുതിയും അർഹിക്കുന്നവന് നമുക്കെപ്പോഴും നന്ദിയുള്ള മനോഭാവത്തോടെ ആയിരിക്കണം. 10 കുഷ്ഠരോഗികൾ സൗഖ്യപ്പെട്ടെങ്കിലും ഒരാൾ മാത്രമാണ് തിരിച്ച് നന്ദി പറയുവാൻ വന്നത്. അതുപോലെയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന മനസ്സുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അതുപോലെ ഇന്ന് ഈ ദിവസം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ കൂടാരത്തിലേക്ക് കടന്നു വന്ന വ്യക്തികൾ ഈശോ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ കടന്നു വന്നത്, അവരുടെ മനസ്സിന് എൻ്റെ വേദന, എന്തൊക്കെ വേദനകളാണോ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നത്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുസഭയെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എല്ലാ രൂപതകളെയും രൂപത അധ്യക്ഷന്മാരെയും വൈദികരെയും വൈദിക മേലധ്യക്ഷന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, കരുണയായിരിക്കണമേ. ലോകരാഷ്ട്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രീയ അധികാരികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, കരുണയായിരിക്കണമേ എന്ന് യാചിക്കുന്നു. നല്ല തമ്പുരാനെ, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് യാചിക്കുന്നു. ഈശോയെ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ യാചിക്കുകയാണ്. ഈശോയെ, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യരായി ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർ, ഈശോയെ, പല തെറ്റുകളിലേക്ക് കടന്നു പോകുന്ന യുവജനങ്ങളെ സമർപ്പിക്കുന്നു. മൊബൈലിന് അഡിക്റ്റ് ആയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം പോലും തകർന്നു പോയ ബന്ധങ്ങൾ, ഈശോയെ, മൊബൈലിൻ്റെ അഡിക്ഷൻ മൂലം പല കുടുംബങ്ങളും തകർന്നിരിക്കുന്ന അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, കരുണയായിരിക്കണമേ. ഈശോയെ, പ്രവാസികളായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. ഈശോയെ, പ്രവാസികളായിട്ട് ശമ്പളം കിട്ടാതെ വേദനിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ എന്ന് യാചിക്കുന്നു. ഈശോയെ, വിസ തടസ്സം നേരിടുന്നവരെ സമർപ്പിക്കുന്നു. PR കിട്ടാതെ വേദനിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. പഠിക്കാൻ പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ, പഠിക്കുന്നതിനും ജോലിക്കുമായി പോയിരിക്കുന്നവർ, ജോലി ലഭിക്കാതെ വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയെ, ഫീസ് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. എല്ലാ മക്കളുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് യാചിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന
എല്ലാ മക്കളുടെ മേലും ആത്മാവിനെ വർഷിക്കണമേ എന്ന് യാചിക്കുന്നു. ഈശോയെ, IELTS OET ഒക്കെ പരീക്ഷ എഴുതിയിരിക്കുന്നവരെ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ, ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും ഒക്കെ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. മാനസിക വ്യതയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത മൗന നൊമ്പരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ മനസ്സൊന്ന് കാണണമേ. ആരും എന്നെ ഒന്ന് മനസ്സിലാക്കുന്നില്ല എന്ന വേദനയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഹൃദയത്തിൻ്റെ വ്യതകൾ പങ്കുവയ്ക്കാൻ നീ മാത്രമേ ഉള്ളുവല്ലോ. അങ്ങനെ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈ കൂടാരത്തിലായിരുന്നു കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് യാചിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഇടവകയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇടവകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വികാരിച്ചന്മാരെയും അസിസ്റ്റന്റ് വികാരിച്ചന്മാരെയും എല്ലാ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാവരും വിളിച്ചിരിക്കുന്ന വിളിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകളിലും ഒക്കെ ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം യാചിക്കുകയാണ്. നല്ല തമ്പുരാനെ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കരുണ വർഷിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ യാചിക്കുകയാണ്. ഈശോയെ, അവിടുത്തെ വലിയ കരുണ ഈ നിമിഷം തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വർഷിക്കണമേ എന്ന് യാചിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ ദിവ്യനാഥിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. യേശുവേ, എന്നെ. സ്നേഹമുള്ളവർ, ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ സന്ദേശം മുഖ്യമായിട്ടും വിശുദ്ധ തോമാശ്ലീഹയുടെ വിശ്വാസാനുഭവമായിരുന്നു നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇന്ന് നമ്മുടെ സഹോദരിയായിട്ട് തീർച്ചയായിട്ടും കുർബാനയിലെ ആ അനുഭവങ്ങൾ, വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുകയുണ്ടായി. എപ്പോഴും നമുക്ക് വിശ്വാസത്തിൻ്റെ സജീവമായ സാന്നിധ്യം കിട്ടണം. ലിവിങ് ഫെയ്ത്ത് എന്ന് പറയും. അതായത് കർത്താവ് ദാവീദ് സങ്കീർത്തനം പറയുന്നുണ്ട്, കർത്താവിനെ എൻ്റെ കൺമുമ്പിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. വരാൻ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ അനുഭവം നമുക്ക് കിട്ടും. മോശ ദൈവത്തോടൊപ്പം നടന്നു എന്ന് പറയുന്നു. നമുക്ക് ഈ അനുഭവം നമുക്ക് എപ്പോഴും കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കൊക്കെ വിശ്വാസം, നിങ്ങളെ വിശ്വാസ പ്രമാണം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഹൃദയത്തിൽ വെച്ചെന്ന് പ്രാർത്ഥിച്ച്. നമ്മൾ വിശ്വാസ പ്രമാണം ഒത്തിരി ചൊല്ലുന്നവരുണ്ട്. ആ ചൊല്ലും വെറുതെ ഞങ്ങളെ അന്തരങ്ങൾ കൂടി അങ്ങനെ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നൊന്നുമില്ല. വെറുതെ നിങ്ങൾ ഒരു വിശ്വാസപ്രമാണമെങ്കിലും ഇടയ്ക്ക് ഈ കാര്യങ്ങൾ വെച്ച് സാവധാനത്തിൽ പ്രാർത്ഥിച്ച്. നമുക്ക് വിശ്വാസപ്രമാണം തോമാസിലെ ഒരു വിട്ടപ്പോൾ എന്താ, നീ എൻ്റെ ഇടയ്ക്ക് വരിക, എൻ്റെ വിലാവിൽ നിൻ്റെ കരങ്ങൾ വയ്ക്കുക, എൻ്റെ ആ കരങ്ങൾ മുറിവിൽ നിൻ്റെ വിരലിടുക എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അനുവദിച്ചു. എത്രയൊരു സന്തോഷമായിരുന്നു. മാത്രം അപ്പസ്തോലന്മാർക്ക് ലഭിക്കാത്തൊരു അനുഗ്രഹം കർത്താവ് തോമാസിലേക്ക് നൽകി. അദ്ദേഹം എത്രയോ സന്തോഷത്തിൽ കർത്താവേ എൻ്റെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ ആ ഹൃദയത്തിൽ സ്പർശിക്കുകയും ആ വിരൽ അവിടെ വയ്ക്കുകയും ചെയ്തപ്പോൾ എന്ത് വലിയ ആനന്ദം, ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. സന്തോഷ കണ്ണീരുകൊണ്ട് അദ്ദേഹത്തിന് വഴി ഈ അനുഭവം നമുക്കും കിട്ടും. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈശോയെ മുൻപിൽ കണ്ട്, നമ്മുടെ മുമ്പിൽ ഈശോ എപ്പോഴും നിൽപ്പുണ്ടല്ലോ. ആ ഹൃദയത്തിലെ മുറിവിലൊന്ന് ചുംബിച്ചുകൊണ്ട് ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു, ആശ്രയിക്കുന്നു എന്ന് നിങ്ങളൊന്ന് പറയുക. പലപ്പോഴും പറയുക, കർത്താവേ ഞാൻ നിനക്കൊരു പുഞ്ചിരി തരട്ടെ, നിനക്ക് എൻ്റെ പുഞ്ചിരി എനിക്ക് ലഭിക്കും. പുഞ്ചിരിക്കുന്നതായിട്ട് തീർച്ചയായും നമ്മൾ പുഞ്ചിരിച്ചാൽ കർത്താവ് പുഞ്ചിരിക്കത്തില്ല നമ്മുടെ മേലെ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കർത്താവേ നീ കാണുന്നുണ്ടല്ലോ എല്ലാം. ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നീ തീർച്ചയായിട്ടും പ്രസാദം പുഞ്ചിരിക്കുന്നു എൻ്റെ മേലെ. ഞാൻ ഒരു പാപം ചെയ്യുമ്പോൾ, ഒരാളെ വേദനിപ്പിക്കുമ്പോൾ നീ ദുഃഖിക്കുന്നില്ലേ? ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കണം. ഇതാണ് ലിവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈശോയോട് സംസാരിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. മാലാഖമാരും വിശുദ്ധരും എല്ലാം ഈശോയുടെ ചുറ്റുമുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, ഇവരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ തനിയല്ലെന്നൊരു വിചാരം കിട്ടും.
അപ്പോൾ ഈ വിശ്വാസത്തിൽ നിങ്ങൾ ഇടയ്ക്ക് കടന്നു വരണം. എന്നാലും കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ പറയണം, ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു, ഈശോയെ നീ എൻ്റെ എല്ലാ പ്രവൃത്തിയും കാണുന്നുണ്ടല്ലോ, എൻ്റെ വിചാരങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ, എൻ്റെ ആ ദുഷ്ടവിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റി തരണമേ, പാവിലായി ജീവിക്കുവാൻ ഒരു മാലായിപ്പൽ ഉപയോഗിക്കാൻ കൃപ എനിക്ക് തരണമേ. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് അതൊരു അനുഭവമായിട്ട് നിങ്ങൾക്ക് വരികയും ചെയ്യും. പാവം ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല ജീവിതം നമുക്ക് ജയിക്കുവാൻ കൃപാവരം സജീവ വിശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ ശ്രീനമേ ഹല്ലേലൂയ 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 ശ്രീനമേ ശ്രീ മഹത്വം സ്വരാധന. ഹല്ലേലൂയ 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 ശ്രീ ഹല്ലേലൂയ ശ്രീ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മെ ഈശോയെ കാണുവാൻ, ഈശോയെ കേൾക്കുവാൻ, ഈശോയെ ആസ്വദിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടെ നമ്മളെ ഒരുക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ടെസ്സി ജോസഫിന് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കാർമൽ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകമായ ഞങ്ങളുടെ പ്രാർത്ഥന അറിയിക്കുന്നു. ആ ദൈവ സാന്നിധ്യം, ഉള്ളിൽ നിറഞ്ഞ ആ ദൈവ സാന്നിധ്യം മുഖത്തെല്ലാം ഉണ്ട്. അത് കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ അനുഭവിക്കുവാൻ ഈശോ ഇടയാക്കി. ശുശ്രൂഷയോർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ
ശക്തമായിട്ട് കരം പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ട ടെസ്സി സഹോദരിലൂടെ ഇന്ന് ഈശോ നമുക്ക് നൽകിയ നല്ല ഉൾക്കാഴ്ചകളെ ഓർക്കാം. ഈശോയെ കാണുവാൻ വലിയൊരു വിചിന്തനമാണ് ഈശോ നൽകിയ. ഈശോയെ കാണുവാൻ, ഈശോയെ കേൾക്കുവാൻ, ഈശോയെ ആസ്വദിക്കാൻ, മറ്റെല്ലാറ്റിനേക്കാളുപരി ഈശോയെ കേൾക്കുവാൻ, ഈശോയെ ആസ്വദിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ഈ സമൂഹം മുഴുവൻ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളുയർത്തി നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. താവെ നൽകിയ ഉൾക്കാഴ്ചകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന് നമ്മളെ മുദ്ര ചെയ്യാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കൊടിക്കലച്ഛനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അച്ഛൻ വലിയൊരു അനുഗ്രഹമാണ്. എല്ലാ ആഴ്ചയിലും നമുക്കറിയാം എത്രയും പ്രായാധിക്യത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ ഈ ശുശ്രൂഷ ഏറ്റവും വിലമതിക്കുകയാണ്. നമുക്ക് വേണ്ടി കർത്താവിൽ നിന്ന് അനുഗ്രഹം മേടിച്ചു തരുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ കാണിക്കുന്ന ആ സന്മനസ്, വലിയൊരു തീഷ്ണത, നമുക്ക് നന്ദി പറഞ്ഞ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സഹോദരൻ നമ്മളോടൊപ്പം ഗാന ശുശ്രൂഷ നയിച്ചു. പ്രത്യേകമായിട്ട് നമുക്ക് സഹോദരനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ അവസാനമായി ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ യാത്ര കർത്താവിന് കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ആലപിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിൽ അവസാനിപ്പിക്കാം.